പ്രിയമുള്ള മലയാളി സുഹൃത്തുക്കളെ, ഞാൻ പ്രഭാകരൻ. സ്റ്റാർട്സ് ഇൻ യൂറോപ്പ് എന്ന പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കുന്നതിനായി നിങ്ങൾക്കേവർക്കും സുപരിചിതരായ പ്രശസ്തരായ താരങ്ങളുമായി എത്തിയിട്ടുള്ള ഈ ഗ്രൂപ്പിൻ്റെ മാനേജരാണ് ഞാൻ. നിങ്ങളേവരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരോടുള്ള ഞങ്ങളുടെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. സർവോപരി എൻ്റെ വ്യക്തിപരമായ ഒരു നന്ദി നമ്മുടെ കുമാരേട്ടനോട് എനിക്ക് അറിയിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. 10-20 വർഷമായിട്ട് നിങ്ങളോടൊപ്പം ഇവിടെ ജീവിക്കുന്ന അദ്ദേഹം നാട്ടിലെ എൻ്റെ ഒരു അയൽവാസി സുഹൃത്തുമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, പ്രഭാകര, നാട്ടിൽ നിന്ന് നീ കുറച്ച് താരങ്ങളായിട്ട് ഇവിടെ എത്തിയിട്ട് ഈ പ്രാവശ്യത്തെ പ്രോഗ്രാം നീ നടത്തണം എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കിവിടെ വരാനൊരു സൗകര്യം ഉണ്ടായത്. അതുകൊണ്ട് കുമാരൻ ചേട്ടനോടുള്ള എൻ്റെ നന്ദി പ്രത്യേകം അറിയിച്ചുകൊണ്ട് പ്രോഗ്രാം ആരംഭിക്കുകയാണ്. പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനത്തിനായി വിശിഷ്ട വ്യക്തി ചാക്കോ മാഷ് ഇപ്പോൾ തന്നെ ഇവിടെ എത്തും. അപ്പോൾ ഉദ്ഘാടന ചടങ്ങിലേക്ക് നിങ്ങളുടെ ആയിട്ടില്ല, ഉദ്ഘാടനമായിട്ടില്ല. ഇനി ചാക്കോ മാഷ് ഒരു 5 മിനിറ്റ് കഴിയും ചാക്കോ മാഷ് വരാൻ. അപ്പോഴത്തേക്കും നീ എന്തെങ്കിലും കുമാരേട്ട പറഞ്ഞു ഇപ്പൊ തന്നെ നേരം വഴുകി എന്ന് പറഞ്ഞ് ജനങ്ങൾ കൂക്കിയിട്ടല്ലേ ഞാൻ ഇവിടെ ഓടിയെത്തിയത്. എന്താ ചെയ്യാ, കാര്യങ്ങൾ നടക്കണ്ടേ? ആളെത്താണ്ട് എങ്ങനെ ചെയ്യാ? നിന്റെ കൂടെ വന്നിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ, കലാകാരന്മാര്, അവരൊന്നും അങ്ങോട്ട് പരിചയപ്പെടുത്തുക. എന്താ കുമാരേട്ട ഈ പറയുന്നത്? ഉദ്ഘാടനം കഴിഞ്ഞ് ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടുത്തിയ പിന്നെ അങ്ങോട്ട് പ്രോഗ്രാം തുടങ്ങുക, അതല്ലേ അതിന്റെ വഴി? എനിക്ക് അറിയാണ്ടല്ലോ, കാര്യങ്ങൾ നടക്കണ്ടേ? തന്നെയല്ല, നിന്റെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾക്ക് ഇവിടെ വന്നവർക്കൊക്കെ കാണാലോ. അപ്പൊ എന്താ എന്നെ വിശ്വാസമല്ലേ? നിന്നെ വിശ്വാസമില്ലാണ്ടല്ലാന്ന് എന്നെ വിശ്വസിച്ചിട്ട് ഈ കാണുന്ന ആൾക്കാരൊക്കെ ടിക്കറ്റ് എടുത്തേക്കണം. തന്നെയല്ല, വേറെ കാര്യമുണ്ട്. ആ ജോർജ് കഴിഞ്ഞ തവണ ഇവിടെ ഒരു പരിപാടി നടത്തി, ഉദ്ഘാടനമൊക്കെ ഗംഭീരായി. അവസാനം നോക്കി ആർട്ടിസ്റ്റുകളെ ക്ഷണിച്ചപ്പോ ഒരൊറ്റ ആളില്ല. എന്താ കാരണം? പലർക്കും വിസ കിട്ടിയില്ല, ഫ്ലൈറ്റ് ഇല്ല, അങ്ങനെയില്ല. എന്തിനു പറയണു, പരിപാടി പൊളിഞ്ഞു. അവസാനം കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ട് അതൊക്കെ പിരിച്ചുവിട്ടത് അറിയാൻ എനിക്ക്. ഞാൻ എന്താ ചെയ്യുന്നത്? നീ ഇപ്പൊ നിന്റെ കൂടെ വന്നിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ കണ്ട് പരിചയപ്പെടുത്തുക. അപ്പൊ ആൾക്കാർക്ക് ഉദ്ഘാടനം കാണാൻ ഒരു സന്തോഷം ഉണ്ടാവും. ഇതിപ്പോ ഈ പരിചയപ്പെടുത്തൽ പറഞ്ഞ ഒരു ആമുഖല്ലാണ്ട് എങ്ങനെ എന്ത് മോഹായാലും വേണ്ടിയില്ല, നന്നായിട്ട് നീ അങ്ങോട്ട് ചെയ്യാതെ തന്നെ, വേറെ വർത്താനില്ല. എന്നാ ഞാൻ ചെയ്യാം. പ്രിയമുള്ളവരെ, എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം താരങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം ഉദ്ഘാടനം നടത്താമെന്നാണ് തീരുമാനിച്ചെങ്കിലും കുമാരേട്ടന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളോടെല്ലാവരോടും 2 വാക്ക് സംസാരിക്കുന്നതിനായി കുമാരൻ ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കും. ഒന്നാമത് കുമാരേട്ടൻ വിളിച്ചിട്ടാണല്ലോ ഇവരൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ അവരേനൊന്ന് സ്വാഗതം ചെയ്താൽ നന്ദിയൊക്കെ പറഞ്ഞാൽ പരിപാടി തുടങ്ങാനായിട്ട് എല്ലാവരും ഇപ്പൊ പഠിച്ചിട്ടാണോ പ്രസംഗിക്കുന്നത്? ഒന്നാമത് നിങ്ങളുടെ ആൾക്കാരല്ലേ, 2 വാക്ക് പറഞ്ഞാൽ പരിപാടി. കുമാരേട്ടൻ 2 വാക്ക് സംസാരിക്കും. അവിടെ നിൽക്ക്. എന്തെന്നാ പറയേണ്ടത്? ആദ്യം നിങ്ങളോട് സഹകരിച്ചവരൊക്കെ ക്ഷണിക്കാറുണ്ട്. അല്ല, ബഹുമാനപ്പെട്ട മലയാളി സുഹൃത്തുക്കളെ, നമ്മൾ വർഷാവർഷം നമ്മളിവിടെ കൂടാറുണ്ടെങ്കിലും ഓരോ ആ കുട്ടികളൊക്കെ കരയുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഞാനിതിൻ്റെ ഇതാണല്ലോ സെക്രട്ടറി. ആരാന്ന് അറിയാത്ത അവസ്ഥയായി. എന്തായാലും എല്ലാ തവണയും വളരെയധികം അതിഗംഭീരായിട്ട് സഹായിച്ചിട്ട് ആൾക്കാരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. ഞാൻ കൂടുതലൊന്നും പറയല്ല. 100 പ്രാവശ്യം ഞാൻ ഈ ചങ്ങരോട് പറഞ്ഞ ഇവിടെ ക്ഷണിക്കണ്ടെന്ന് പറഞ്ഞ് മനസ്സിലായിട്ടാ. താൻ തൻ്റെ ആർട്ടിസ്റ്റുകളോട് പരിചയപ്പെടുത്തണ്ട, വെറുതെ മനുഷ്യന്മാർക്കെടുത്ത. എല്ലാവർക്കും എൻ്റെ ചെറിയ വലിയ നമസ്കാരം. ഇവിടെ എത്തിയ ആരെയും ഞങ്ങൾ നിരാശപ്പെടുത്തില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ പ്രോഗ്രാമിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളിപ്പോൾ ഞങ്ങൾക്ക് നൽകിയ ഈ കയ്യടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് പ്രോഗ്രാം അവതരിപ്പിക്കുന്നവർ, നിങ്ങൾ ഓഡിയൻസ് എന്നുള്ളൊരു വ്യത്യാസം നമ്മുടെ ഈ പ്രോഗ്രാമിനില്ല. നമ്മളത് ഒന്നിച്ചാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിൻ്റെ പല ഭാഗങ്ങളിലും നിങ്ങളും ഞങ്ങളോടൊപ്പം പങ്കാളികളാകണം. അതിനായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നല്ല ഒരു പ്രോഗ്രാം ഞങ്ങൾ ആശംസിക്കുന്നു. വൈഫിനെ കൊണ്ടുവന്നില്ലേന്ന്? അല്ല, ഇപ്പൊ ഒരാൾ സംശയം ചോദിച്ചു, എന്താണ് വൈഫിനെ കൊണ്ടുവന്നില്ലെന്ന് ചോദിച്ചു. ഞാൻ തന്നെ ഇങ്ങോട്ട് ലഗേജിലാ പോകുന്നത്. അതെ, വേറൊരു സംശയം 2-3 പേര് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്താന്നായിരുന്നു. ഞാൻ എവിടെ ചെന്നാലും സംശയമാണല്ലോ എല്ലാവർക്കും. ഓക്കെ, അതെന്താന്ന് വെച്ചാല് അത്ഭുത ദ്വീപില് നിങ്ങള് നായകനായിട്ട് അഭിനയിച്ചപ്പോ നായികയായിട്ട് വന്നത് ബോംബെയിൽ നിന്നുള്ള മല്ലിക കപൂർ എന്നൊരു താരമായിരുന്നു. അതെ അതെ അതെ. അത് എന്തുകൊണ്ടാണ് മലയാളത്തിൽ താരം ഉണ്ടായിരുന്നിട്ടും ബോംബെയിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് ഒരാൾ സംശയം ചോദിച്ചു. ബോംബെയിൽ നിന്ന് കൊണ്ടുവരാൻ കാര്യം മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ ഹൈറ്റും വെയിറ്റും ഗ്ലാമറിനൊക്കെ ഒത്ത് ഒരു പെൺകുട്ടി മതി. മലയാളത്തിൽ നിന്ന് കണ്ടില്ല, അതുകൊണ്ടാ.
അതുകൊണ്ടാണ്. ആയിരിക്കും. അപ്പൊ ഇത് ഹോളിവുഡിൽ റീമേക്ക് ചെയ്യാൻ പോകുന്ന പറഞ്ഞു കേട്ടോ, ശരിയാണ്? അങ്ങനെ ഹോളിവുഡിൽ നിന്നൊരു ക്ഷണം കിട്ടിയിട്ടുണ്ട്. ആണ്. അപ്പൊ ഹോളിവുഡിൽ ഇത് റീമേക്ക് ചെയ്തല്ലേ, അവിടെ നിങ്ങളുടെ നായിക ആരായിരിക്കും ഇംഗ്ലീഷില്? അതൊക്കെ ഇവിടെ വെച്ച് പറയാം. എന്താണോ ചുമ്മാ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ച് വിഷമിപ്പിക്കുക. എടാ നിസ്സാര കാര്യം ചോദിച്ചു. പറയട്ടെ, ഇംഗ്ലീഷിൽ ആരാ നായികന്ന്? അതെ അതെ, ആ ടൈറ്റാനിക്കിലേക്ക് ആ പെണ്ണില്ലേ, ഏത് മൂട്ടക്കാരനകത്തൊക്കെ കയറിയൊരു പെണ്ണ്. കേറ്റ് അല്ലേ? ഗേറ്റോ? കേറ്റ് വിൻസ്ലെറ്റ്. അത് തന്നെ. അതാണ് വേണ്ടതല്ലേ? അതിനെ കിട്ടുവോ? എന്ത് അല്ല, അഭിനയിക്കാൻ കിട്ടുമോ? അഭിനയിക്കാൻ കൺഫ്യൂസ് ആയി പോയി. ഓക്കെ, അല്ല സ്ഥലം വേറെയാണ്, അതുകൊണ്ടാണ് ഓരോ ആഗ്രഹങ്ങൾ ചിലപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇനി അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഹോളിവുഡിൽ ചെന്ന് കഴിഞ്ഞാല് ഇനിയുണ്ടോ ചോദ്യം? അതെ അതെ അതെ, ഇപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ഭാഷയൊക്കെ അറിയോ നിങ്ങൾക്ക്? ഇംഗ്ലീഷ് അറിയോ? പ്യുവർ ബോയ്സ്. അതല്ല, ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാം, എന്താ? അത് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാവോ? ഞാനത് മലയാളത്തിൽ ചോദിക്കാം, നിങ്ങളത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അതെ, നിങ്ങൾ ഒരു പശുവിനെ കറക്കുന്നു. ഇവിടെ വന്നിട്ട് ഈ പശുവിന്റെ കാര്യം പറയുന്നുണ്ട്. അല്ല, ഇംഗ്ലീഷ് അറിയോന്ന് അറിയണ്ട, അതിനുവേണ്ടി. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഈ ഓഡിയൻസിന് മുമ്പിൽ പശു അയ്യേ. അല്ല, പശുവൊക്കെ നാട്ടിൽ ചെറിയ സംഭവമല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ എന്താണ്? നീ പശുവിനെ കറക്കുന്നു. ഞാൻ പശുവിനെ? അതെ. ഐ റൊട്ടേറ്റ് ദ കൗ. അതുകൊള്ളല്ല, അർത്ഥം മനസ്സിലാക്കുന്നു, നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. അത്രേ ഉള്ളൂ. ഇനി മറ്റൊരു കാര്യം കൂടി ചോദിച്ചിട്ട്, അതായത് പശു പെട്ടെന്ന് അഴിഞ്ഞുപോയി, നീ പശുവിനെ കെട്ടി, അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാ? ഇപ്പോഴാണ് എനിക്ക് നിന്റെ യഥാർത്ഥ ജോലി മനസ്സിലായത്. എന്ത്? നാട്ടിൽ കറവക്കാരനാണല്ലേ? എടാ, ഈ പശു ഈ സ്റ്റേജിലൊക്കെ വന്നിട്ട് ഇങ്ങനെ സ്റ്റാൻഡേർഡ് നിസാര കാര്യം അതുകൊണ്ടാണ് ഞാൻ തന്നെ ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് നിസാര കാര്യം ചോദിച്ചത്. ഇപ്പൊ പശു പെട്ടെന്ന് അഴിഞ്ഞുപോയി, നീ പശുവിനെ കെട്ടി, അത് ഇംഗ്ലീഷിൽ എങ്ങനെയാന്ന് പറയാ? ഞാൻ പശുവിനെ കെട്ടി, എത്രയല്ലേ ഉള്ളൂ. ഐ മാരീഡ് ദ കൗ. ഞാൻ പശുവിനെ കെട്ടി. നന്നായിട്ടുണ്ട്. അത്ഭുത ദ്വീപ് എന്ന സിനിമയിൽ നിങ്ങൾ കുതിരപ്പുറത്തൊക്കെ പോയി. ഇപ്പൊ ഹോളിവുഡിൽ നിങ്ങൾ പോയി അഭിനയിക്കുമ്പോൾ അവര് റിയാലിറ്റിയിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നു, മനസ്സിലായില്ല? അപ്പൊ കാട്ടിൽ, ഒറിജിനൽ കാട്ടിലായിരിക്കും ഷൂട്ടിങ്. അപ്പൊ ഈ കുതിരപ്പുറത്ത് ഇങ്ങനെ പോകുമ്പോ ഞാൻ പോകുന്നു കുതിരപ്പുറത്ത്. പോയി പെട്ടെന്ന് സിംഹം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? സിംഹം വന്നു കഴിഞ്ഞാൽ ഞാൻ കുതിരപ്പുറത്ത് ഇങ്ങനെ പോകുന്നു, ഫ്രണ്ടിൽ സിംഹം. അതെ, ഒന്നും ചെയ്യണ്ട, വെറുതെ നിന്ന് കൊടുത്താൽ മതി, എല്ലാം സിംഹം വന്ന് ചെയ്തോളും. അപ്പൊ ഒരു സംശയം കൂടി ചോദിച്ചിട്ടുണ്ട് ഒരാള്, അതായത് നിങ്ങൾ കുതിരപ്പുറത്ത് ഒറിജിനൽ ആയിട്ടാണല്ലോ അത്ഭുത ദ്വീപിൽ അഭിനയിച്ചത്, ഡൂപ്പ് ഉപയോഗിച്ചില്ലല്ലോ? അപ്പൊ എനിക്ക് ഡ്യൂപ്പ് ഇടണമെങ്കിൽ 6 മാസം പ്രായമുള്ള കൊച്ചിനെ കിട്ടണം, അതിനൊക്കെ ഭേദം ഞാൻ തന്നെ നിൽക്കുന്ന. ഓക്കെ. അപ്പൊ ഇങ്ങനെ കുതിരപ്പുറത്ത് പോയപ്പോ അതിനുള്ളായിരുന്ന അനുഭവം എന്താണെന്ന് പറയാവോ? കുതിരപ്പുറത്ത് പോയപ്പോ ഭയങ്കര അനുഭവമായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കുതിരയ്ക്ക് തന്നെ മനസ്സിലായത് കുതിരയുടെ പുറത്തൊരാളുണ്ടെന്ന്. ഓക്കെ, ഈ ഹോളിവുഡിൽ അഭിനയിക്കുന്ന നായകന്മാര് നിങ്ങൾക്ക് അറിയോ? എന്താ? ഏകദേശം എന്നെക്കാൾ ഉയരം കൂടിയ ആൾക്കാരാ. സിൽവസ്റ്റർ സ്റ്റാലൻ, ഷെവാസ്നേഗർ, അവരൊക്കെ കണ്ടോ? വാൻഡാം, ഇവരുടെയൊക്കെ ഒപ്പം തനിക്ക് അഭിനയിക്കാൻ പറ്റും? അല്ല, പൊക്കുണ്ടെങ്കിലല്ലേ കാര്യമുള്ളൂ. പൊക്കത്തിലൊന്നും അല്ല കാര്യം ഇരിക്കുന്നത്, ബുദ്ധിയിലാണ് കാര്യം ഇരിക്കുന്നത്. ഒരിക്കലും ഇല്ല, പൊക്കത്തിൽ തന്നെയല്ല കാര്യം ഇരിക്കുന്നത്. പൊക്കത്തിൽ എന്ത് കാര്യം ഇരിക്കുന്നത്? പൊക്കം കൂടിയ ആളുകൾ പൊക്കം കുറഞ്ഞവരുടെ മുമ്പിൽ നട്ടല് വളച്ചേക്കുന്നു. ഒരിക്കലും ഉണ്ടാവില്ല. അമിതാഭ് ബച്ചനൊക്കെ ഞെളിഞ്ഞു നടക്കുന്നുണ്ട്. അമിതാഭ് ബച്ചൻ ഞെളിഞ്ഞു നടക്കുന്നില്ലേ? അമിതാഭ് ബച്ചൻ പോലും ചില പ്രത്യേക ഘട്ടങ്ങളിൽ പൊക്കം കുറഞ്ഞ ആൾക്കാരുടെ മുമ്പിൽ നട്ടല് വളക്കേണ്ടി വരും. അതുണ്ടാവില്ല, ഒരിക്കലും ഇല്ല. അല്ല, ഇത്ര ആൾക്കാരുടെ മുമ്പ് വെച്ചിട്ട് അങ്ങനെ അഹങ്കാരം ഒന്നും പറയണ്ട, പൊക്കത്തെ പറ്റി അങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. പൊക്കം കൂടിയ ആളുകൾ പൊക്കം കുറഞ്ഞവരുടെ മുമ്പിൽ നട്ടല് വളക്കേണ്ടി വരും. ഇല്ല, ഞാൻ ജീവിതത്തിൽ ആരുടെ മുമ്പിൽ നട്ടല് വളച്ചിട്ടില്ല. അല്ല, താൻ നട്ടല് വളക്കേണ്ട. പക്ഷെ ഞാൻ പറയട്ടെ, ഇത്രയും ചോദ്യം എൻ്റെ അടുത്ത് ചോദിച്ചു, ഒറ്റ ചോദ്യം അങ്ങോട്ട് ചോദിക്കാം, കൃത്യമായിട്ട് പറയണം. പറയാം. ബൗദ്ധിപരമായൊരു ചോദ്യമാണ്, ഇവര് കേൾക്കണ്ട, സ്വകാര്യമാണ്. ഇങ്ങോട്ട് വച്ചവി പറയാം. മണ്ട, ഇപ്പൊ നട്ടല് വളച്ചില്ലേ എന്റെ ഉന്നി? ഇപ്പൊ മനസ്സിലായില്ലേ? പൊക്ക 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 പൊക്ക. We bring it to you every day via the mic. Strike back, find out where we at. Coming to you live. Funky sound, 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 funky sound. You wanna get with this because we got it going on. Strike back.
All style. പ്രിയമുള്ളവരെ, ഒരു പ്രത്യേക അറിയിപ്പ്. നമ്മളുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെയുള്ള നിങ്ങൾക്കെല്ലാം സുപരിചിതരായ ചാക്കോ മാഷ് ഇവിടെ എത്തിയിട്ടുണ്ട്. വേലായുധനാണ് വരുന്നത്. അവൻ വന്നപ്പോഴേ തുടങ്ങി നാട് വിട്ട് ഇവിടെ അവനെ കൊണ്ടുവന്നേ ശല്യം. ഇപ്പൊ വന്നപ്പോ തുടങ്ങി കയറ്റാൻ നല്ല ഫിറ്റാണ്. അവനോട് കയറ്റി വിടണ്ടാട്ടോ ഓരോരുത്തരും. പ്രിയമുള്ളവരെ, നമ്മുടെ ചാക്കോ മാഷ് എത്തിയിട്ടുണ്ട്. വളരെ തിരക്കുള്ള മനുഷ്യനാണ് അദ്ദേഹം. എല്ലാ തിരക്കും മാറ്റി വെച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇനി ഏതായാലും പരിപാടിക്ക് ഒരു ബ്രേക്ക് ഇട്ടുകൊണ്ട് ഉദ്ഘാടന ചടങ്ങ് നടത്താൻ. നീ എന്താണ് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്? എന്റെ പാന്റ് ഷർട്ട് ഇവിടെ. പാന്റും ഷർട്ടും പ്ലെയിനിൽ കയറുമ്പോ മാത്രം ഇട്ടാൽ മതി എന്നല്ലേ പറഞ്ഞു നിങ്ങൾ? എടാ, അങ്ങനെ ഊരിടാ പറഞ്ഞു. ഈ തോന്നിയ വേഷത്തിലൊക്കെ കയറി വരത്ത് കേരള അല്ല, അത് ലണ്ടൻ. അത് ലണ്ടൻ ഞാൻ കുറച്ച് തുണി ഞാൻ എടുക്കാൻ പറ്റും. ഇവിടെ ട്രാവൽസർ വരെ ഇട്ടിട്ട് ആൾക്കാർ നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പോ വേലായുധ, അത് ട്രൗസർ അല്ല, ബർമുഡയാണ്. ബർമോഡന്റെ അയക്കാൻ പറയും. പിന്നെ അയച്ചാ പിന്നെ ഉടുക്കാം. ഇപ്പൊ എന്തിനാ അങ്ങോട്ട് കൊണ്ടുവന്ന്? സർക്കസ് കളിക്കാൻ. സർക്കസ് കളിക്കാന്ന് പറഞ്ഞിട്ട്. സർക്കസ് കളിക്കാനാ? എടാ, ഈ സ്റ്റേജൊക്കെ കെട്ടാനും ഇവിടെ വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് ചായയും അതും ഇതൊക്കെ എടുത്തു കൊടുക്കാനും വേഷങ്ങളൊക്കെ എടുക്കാനും അല്ലേ നിന്നെ കൊണ്ടുവന്നൊരു സഹായത്തിന്. രണ്ടിപ്പോ ഞാൻ ചെയ്യാത്ത അത് മാത്രമല്ല, ഞങ്ങളിവിടെ സർക്കസ് കളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ, അങ്ങനെ സർക്കസ് കളിക്കാൻ പറ്റുമോ? പഠിച്ച് പ്രാക്ടീസ് ചെയ്ത ചാനൽ ഇവിടെ കളിക്കാൻ പറ്റൂ? നീ തെരുവിലെ മാജിക് ഒക്കെ കളിച്ച് നടന്നു വെച്ചാൽ അതൊക്കെ വന്ന് കളിക്കാനുള്ള സ്ഥലം അത്. ഇത് കേരളം അല്ല, അത് ലണ്ടൻ. അത് കുറെ നേരം ഞങ്ങൾ ഇത് ലണ്ടൻ, അത് ലണ്ടൻ, എന്ത് ലണ്ടൻ? അത് ഒരു കള്ള് ഷാപ്പ് ഉണ്ട് അവിടെ, പുറത്തേക്ക് ഇറങ്ങിയാ മനുഷ്യന്മാർക്ക് മര്യാദക്ക് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാനും കൂടി പറ്റില്ല. പ്രാവശ്യം വന്ന കുട്ടികൾ വരെ ഇംഗ്ലീഷ് അറിയാണ്. ഒന്നാം എന്നെ പറഞ്ഞിട്ട് നീ പോയിക്കോ, നീ നാട്ടിലേക്ക്. അതെ, ഞാനേ പൂവൻ ഒന്നാമത്തെ നിങ്ങളുടെ അടുത്ത് നിൽക്കല്ലെങ്കിലേ ഇതുവരെ പണ്ടാ കാശും കെട്ടി. എടാ, ഞാൻ എല്ലാം ശരിയൊക്കെ കാശും തരാം. നീ ഇപ്പൊ സ്റ്റേജിന്റെ പിന്നിലേക്ക് പോ. സ്റ്റേജിന്റെ പിന്നിലൊന്നും പോകാൻ പറ്റില്ല. അവിടെ സിനിമ നടന്മാരും ഒക്കെ ഇരിക്കുന്നു. നിറയ്ക്കുകളല്ല ആകെ പരിചയമുള്ളൂ. എന്നാ അവിടെ ഒരു അരികിൽ നിൽക്കാം. അവിടെ നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, നാട്ടിലെ നമ്മുടെ തോട്ടത്തിലൊക്കെ പണിയെടുക്കുന്ന ആളാണ്. അപ്പൊ ഈ വക സഹായങ്ങൾക്ക് വേലായുധനിൽ പറ്റുമെന്ന് കരുതി കൊണ്ടുവന്നാണ്. നിങ്ങളൊന്നും ധരിക്കരുത്. അതെ, ബർമൂഡ് മാത്രം ധരിച്ചാൽ മതി. പ്രിയമുള്ളവരെ, ഇവിടെ ഡോളറുകൾ സംഭാവന ചെയ്ത് ഈ പരിപാടി വിജയിപ്പിച്ച ഒരുപാട് ഇവർക്ക് ഹെൽപ്പുകൾ ചെയ്തിട്ടുള്ള ശ്രീ ചാക്കോ മാഷ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നാട്ടിലെ ചാട്ടുളി പോലത്തെ പ്രസംഗം കൊണ്ട് യുവാക്കളുടെ ഹരമായി മാറിയ പ്രഗത്ഭ പ്രാസംഗികനായിരുന്നു. 6-7 വർഷം റേഡിയോയിൽ കൂടി വാർത്തയെല്ലാം വായിച്ച് സുപരിചിതനായ ചാക്കോ മാഷ് ഇപ്പം നിങ്ങളോടൊപ്പം ഇവിടെ സെറ്റിലായിരിക്കുകയാണ്. എന്തായാലും ആ വ്യക്തിയെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കും. നമസ്കാരം. ശരി, എന്ന് പറഞ്ഞപ്പോ പണിയെടുത്ത കാശാ ചെയ്യാൻ എത്ര നേരം അത്. മാഷ ആരെയും വിളിക്കണ്ട, അവരിങ്ങോട്ട് കയറി കൊണ്ട് വരും. മാഷ ഈ ബബ്ബ എന്ന് പറയല്ലേ, വല്ല കോഴിയും കയറി കൊണ്ട് വരും. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പോഴാ കഴിയാന്നാവോ ഇങ്ങനൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇതിന്റെ കമ്മിറ്റിക്കാർ ഈ നാട്ടുകാരെ മുഴുവൻ ഊണുറക്കൊഴിച്ച് ഞാൻ പറഞ്ഞോളാം. പറഞ്ഞ അവിടെ നിന്ന് നിർത്തിയത് ആൾക്കാർ തെറ്റായിരിക്കും. ഊണുറക്കൊഴിച്ച് നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. കൂക്കണ്ട കുട്ടികളെ, കൂക്കണ്ട. മഹാനായ നെഹ്റുജിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് പൂ 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 പൂക്കളും എന്ത് അവിടെ നിർത്തല് പറഞ്ഞില്ലേ? പൂക്കളും അതുപോലെ തന്നെ കുട്ടിയോളും ഞാൻ പറഞ്ഞോളാം. മാഷെ, പൂക്കളും കുട്ടികളും അത് രണ്ടും ഇനി പറയണ്ട ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഒരു സംസ്കാരം നമ്മളാരും മറക്കരുതെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് ഈ മൈ ഫ്രണ്ട് പ്രഭാകരനും ഈ എല്ലാവിധ നന്ദി അറിയിക്കുന്നു. നന്ദി നന്ദി നമസ്കാരം. നന്നായി പോടാ കുടിയ മല പോലെ വന്ന് മഞ്ഞ് പോലെ പോയി.
ഇവിടുത്തെ ഈ ജാതി ആൾക്കാര് കിട്ടുന്നുണ്ട്. നീ ഇവിടെ വന്ന് മൊത്തത്തിൽ കൊള്ളാക്കാനായിട്ടിരിക്കാനുള്ള അവിടെ. ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, നാട്ടുകാർ കയറിയപ്പോ തിരിച്ചായിരുന്നു ഇവിടെ. നീ ഒരു കാര്യം ചെയ്ത് അങ്ങോട്ട് സ്റ്റേജിന്റെ ബാക്കൊക്കെ ഇവിടെ കലാപരിപാടികൾ തുടങ്ങാണ്. കലാപരിപാടി എന്നാ ആദ്യം എന്റെ സർക്കസ് ചെയ്തോളാം. എന്നാ ഞാൻ ഉടനെ എടാ ഞാൻ പറഞ്ഞില്ല വേല ഇത് സർക്കസ് കളിക്കാനുള്ള സ്ഥലമല്ല, ഇത് കേരളമല്ല, ലണ്ടനാണിത്. നിങ്ങൾ എന്ത് വർത്താനം ഈ പറഞ്ഞു? ഈ സാധനങ്ങളൊക്കെ അവിടുന്ന് കെട്ടിച്ചൊന്ന് കൊണ്ടുവന്നിട്ട് നീ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിയെന്നേ, അതിന് സമയം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് ആൾക്കാരൊക്കെ സമ്മതിച്ച ഒരു അവസരം തരാൻ ഇപ്പൊ പറ്റില്ല, അങ്ങോട്ട് ഇറങ്ങിയേക്ക്. ഇപ്പൊ ഡാൻസ് ആണ് പ്രിയമുള്ളവരെ. അതെ പ്രഭാരേട്ടാ, ഡാൻസ് നടക്കില്ല. അത് അവന്റെ സർക്കസ് നടക്കട്ടെ. ഇതൊന്നും നടക്കണ കാര്യമില്ല. ഞങ്ങൾ എന്റെ സർക്കസ് വെച്ചേ ഇപ്പൊ എന്റെ സർക്കസ് ഞാൻ കളിപ്പിക്കുന്നു. സർക്കസ് കളിപ്പിക്കും. പ്രിയമുള്ളവരെ, എന്തായാലും നമ്മുടെ കുഞ്ചാക്കോ ബോബൻ നയിക്കുന്ന ഒരു അടിപൊളി ഡാൻസ് ഉണ്ട്. അതിനു മുമ്പ് നമ്മുടെ വേലായുധൻ ഒരു സർക്കസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. വേലായുധന്റെ സർക്കസ്. അപ്പൊ ഞാൻ വന്നത് എത്ര നന്നായി. സുഹൃത്തുക്കളെ, നമ്മൾ പലതരം സർക്കസുകൾ കണ്ടിട്ടുണ്ടെങ്കിലും இந்த மாதிரி ഒരു നമ്മുടെ ഇത് സർക്കസിൽ എന്ത് ചിരിക്കും നിങ്ങള്? പറയാറില്ല, കാണിച്ച പോലെ പറയാൻ എങ്ങനെ പറ്റുള്ളൂ? അത് തമിഴില് പറയാൻ കിട്ടണ്ടേ? നമ്മുടെ നാട്ടുകാരുടെ മുമ്പിലല്ലേ, വേറെ എവിടെ ഇല്ലല്ലോ. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാട്ടാൻ പോകുന്ന സർക്കസ് നോക്കണം. ഇതാ നിങ്ങൾക്കുണ്ട് ആങ്ങളെ പെങ്ങളുമാരും. ഒരു ഞങ്ങളതൊക്കെ പറയാറുണ്ടെങ്കിലും ഉണ്ടായിരുന്ന പണ്ടാറൊക്കെ. സുഹൃത്തുക്കളെ, ഒരു ചാൻ വയറിന് വേണ്ടി ഒരു മനുഷ്യ സുഹൃത്തിന് നിങ്ങളുടെ മുമ്പിൽ കാട്ടാൻ പോകുന്ന ഇത് നോക്കണം. അതെ, ഇവിടെ വന്നേ, ഒരാള് സഹായത്തിന് വേണം എനിക്കിവിടെ. വേലായുധന് സഹായത്തിന് ഏതെങ്കിലും ഒരു കുട്ടിയും കൊണ്ട് കടന്നു വരും. ഏതെങ്കിലും കുട്ടി നിങ്ങൾ നിന്നാ മതി. നിങ്ങളെ ഒരു പണിയില്ലാണ്ട് നിൽക്കണം ഇവിടെ. എനിക്ക് സർക്കസ് അറിയില്ല, വേലായുധ നിങ്ങൾ കാട്ടണ്ട, ഞാൻ കാട്ടിക്കൊണ്ട്. നിന്നാ മതിയാ, വെറുതെ സഹായത്തിന് നിന്നാ മതി. എന്നാ നിക്കാം. ഇതാ അതെ, ഇങ്ങോട്ട് വന്നേ. ഞാൻ പറയുമ്പോ ഈ ബക്കറ്റ് എടുത്ത് തരഞ്ഞിട്ടാ ഈ വെള്ളം. സുഹൃത്തുക്കളെ, ഇപ്പൊ പൊണ്ടിക്കണ്ട, പറഞ്ഞിട്ട് കാട്ടിയാൽ മതി എന്ന് പറഞ്ഞില്ലേ വെറുതെ. സുഹൃത്തുക്കളെ, ഒരേ ചാൻ വയറിന് വേണ്ടി ഒരു ബക്കറ്റിലെ ഒറ്റ ബക്കറ്റ് വെള്ളം. ഇതാ നോക്കണം സുഹൃത്തുക്കളെ, നിങ്ങൾക്കുണ്ട് ആങ്ങളെ പെങ്ങളുമാരും. ഞാൻ പറയുമ്പോ ബക്കറ്റിലേക്ക്. സുഹൃത്തുക്കളെ, ഇതാ ഒരേ ചാൻ വയറിന് വേണ്ടി ഈ ബക്കറ്റിലെ ഒറ്റ ബക്കറ്റ് വെള്ളം നിന്നെപ്പിൽ നമ്മുടെ പ്രഭാകരേട്ടൻ കുടിച്ചു വറ്റിച്ച് കാണിച്ചു തരും. എല്ലാവരും കൈയടിക്കേ. ആര് കുടിച്ചു പറ്റിക്കണേ? അത് നിങ്ങള്. അപ്പൊ ആരുടെ സർക്കസ് കളിക്കണേ? ഞാൻ കുടിക്കാൻ നിന്നാ നിനക്കെന്താ പണി? എനിക്ക് പറയാൻ നിൽക്കണ്ടേ? നീ പറയാൻ നിന്ന് ഞാൻ കുടിക്കല സർക്കസ്. നിങ്ങൾ അത് അങ്ങനല്ല, കുറേശ്ശെ കുടിച്ചാൽ മതി. ഒരു ഇത്തിരീശ് കുടിച്ചാൽ മതി. എനിക്കൊരു ദിവസം കുടിക്കാനും കുളിക്കാനും കൂടി ഒരു ഒറ്റ ബക്കറ്റ് വെള്ളം മതിയടാ. നിങ്ങൾ പറയുന്നേക്ക് ഞാൻ പറയുമ്പോ നിങ്ങൾ ഒരു ഇത്തിരീശ് ഒരു ഇത്തിരീശ് കുടിച്ചാൽ മതി. എവിടേക്ക് പോണിയാള് പണ്ടാറ ഞാൻ പറയുമ്പോഴത്തേക്കും. നിങ്ങൾ കുടിക്കണ്ട, ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ കുടിക്കണ്ട, ഞാൻ കുടിച്ചോണ്ട്. ഞാൻ കുടിച്ചോണ്ട് കുഴപ്പമില്ല. നീ കുടിച്ചോ, ഞാൻ വലിച്ചടക്കരുത്. സുഹൃത്തുക്കളെ, ഇതാ ഒരു ഇത്തിരീശ് കുടിക്കാൻ പറ്റില്ല. എന്റെ അമ്മ വേണ്ടോ വേണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ നിങ്ങളുടെ അടുത്ത്? നിങ്ങൾ കുടിക്കണ്ട, ഞാൻ കുടിച്ചോളാന്ന് പറഞ്ഞില്ലേ? സുഹൃത്തുക്കളെ, ഇതാ ഒരേ ചാൻ വയറിന് വേണ്ടി പറ്റില്ലല്ലോ. വേണ്ട, പറ്റില്ല എന്ന് മനസ്സിലായി. സുഹൃത്തുക്കളെ, ഞാൻ വേറൊരു മാജിക് കാട്ടാ. അതുകൊണ്ട് കുഴപ്പമുണ്ട് നിങ്ങൾക്ക്? അതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ എന്നെ വലിച്ചടക്കേ. വേണ്ട, നിങ്ങൾ വേണ്ട. ഒരു മാജിക് കാട്ടാ. ആദ്യം ഒരു ടവൽ ഇങ്ങോട്ട് വന്നേ. അതൊക്കെ ചോദിച്ചു. സുഹൃത്തുക്കളെ, ഇതാ ഒരു ചാൻ വയറിന് വേണ്ടി ഒരു മനുഷ്യ സുഹൃത്ത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് കാട്ടാൻ പോകുന്ന ഒരു മാജിക്. ഇതെന്തത് സാധനം? ഇത് നാറിയിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ ഇവിടെ. സുഹൃത്തുക്കളെ, ഇതാ ഒരു വാച്ച് കൊണ്ട് കേട്ട്. ഒരു പൊട്ട വാച്ച് മതി ഇങ്ങോട്ട് ഊരത്. സുഹൃത്തുക്കളെ, ഒരു ചാൻ വയറിന് വേണ്ടി ഇതാ നോക്കണം. ഒരു ടവലിൻ്റെ ഉള്ളിൽ വെച്ച് പൊതിഞ്ഞൊരു വാച്ച്. ഇതാ നിങ്ങളുടെ ഒരു കല്ലിങ്ങോട്ട് എടുത്തേ. ഒരു കല്ലിങ്ങോട്ട് എടുത്തിട്ട് വാ. സുഹൃത്തുക്കളെ, നിങ്ങൾക്കുണ്ട് ആങ്ങളെ പെങ്ങളുമാരും. ഒരു ചാൻ വയറിന് വേണ്ടി ഈ ടവലിൻ്റെ ഉള്ളിൽ വെച്ച് പൊതിഞ്ഞ വാച്ച്. ഇതാ നോക്കണം, നിങ്ങളുടെ മുമ്പിൽ വെച്ച്. എല്ലാവരും ഒന്ന് കയ്യറ്റേ. മതി 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 മതി. അവിടെ ഇരിക്കട്ടെ, കാണിച്ചതാന്ന് പറഞ്ഞില്ലേ? സുഹൃത്തുക്കളെ, അടുത്ത മാജിക് എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്. എന്നാലും കുഴപ്പമില്ല, അറിയുന്നവർക്ക് പ്രശ്നമില്ല കേട്ടോ. ഒരു ട്രിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഇരുമ്പിൻ്റെ വളയം എടുത്തേ. ഇതാ നോക്കുന്ന സുഹൃത്തുക്കളെ, ഒരു ഇരുമ്പ് വളയത്തിൻ്റെ ഉള്ളിൽ കൂടെ രണ്ട് മനുഷ്യ സുഹൃത്തുക്കൾ കിടക്കുന്നൊരു രംഗമാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്കുണ്ട് ആങ്ങള പെങ്ങളുമാരും. എവിടേക്കാ പോണത്? ആരുടെ ഈ രണ്ടാള്? ഞാനും. അപ്പൊ വേല ഇത് എന്നോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സർക്കസ് അറിയില്ല. നിങ്ങൾ കാട്ടണ്ട, ഞാൻ കാട്ടിക്കോളാന്ന് പറഞ്ഞില്ലേ? ഈ രണ്ടാളെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ഞാൻ സർക്കസ് കാട്ടുന്നത്. നിങ്ങൾ അവിടെ നിന്ന് സഹായത്തിന് നിന്നാ മതി എന്ന് പറഞ്ഞില്ലേ? ഇതാ ഈ ഇരുമ്പോളത്തിന്റെ ഉള്ളിൽ കൂടെ രണ്ട് മനുഷ്യ സുഹൃത്തുക്കൾ കിടക്കുന്ന രംഗമാണ്. നിങ്ങൾക്കുണ്ട് ആങ്ങളെ പെങ്ങളുമാരും. ഇതാ നോക്കുന്ന സുഹൃത്തുക്കളെ, ഇതിന്റെ ഉള്ളിൽ കൂടെ കയറി. ഒരു കയറിന്റെ ഉള്ളിൽ കൂടെ ഒന്നാമത്തെ പണ്ടാറയുടെ ഞാൻ ബാഗ് എവിടെയും വെക്കുമോ? 10 വയസ്സ് അതിൻ്റെ ഉള്ളിലുണ്ട്. അതിൻ്റെ കയറിന്റെ ഉള്ളിൽ കൂടെ സുഹൃത്തുക്കളെ, ഒരു ചാൻ വയറിന് വേണ്ടി രണ്ട് മനുഷ്യ സുഹൃത്തുക്കൾ ഒരു ഇരുമ്പോളത്തിന്റെ ഉള്ളിൽ കൂടെ കയറാണ്. നിങ്ങൾക്കുണ്ട് ആങ്ങളെ പെങ്ങളുമാരും. ഇതാ നോക്കണം.
എന്താ കാട്ടിക്കോ അങ്ങനെ പറ്റുമോ? രണ്ടാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറണമെങ്കിൽ വന്നത്. ഞാൻ കാണിച്ചോളാം, നീ കാട്ടിൽ പറഞ്ഞു തന്നാൽ മതി. സുഹൃത്തുക്കൾ ഇതാ നോക്കണം, ഒരു ചാൻവയറിന് വേണ്ടി 2 മനുഷ്യ സുഹൃത്തുക്കൾ ഇരുമ്പോളത്തിൻ്റെ ഉള്ളിൽ കൂടെ കയറാണ്. ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, എന്നാലും അറിയുന്നവർക്ക് പ്രശ്നമില്ല കേട്ടോ. അവിടെ ഇരിക്കും സുഹൃത്തുക്കളെ. ഇതാ ഒരു വരത്തെ തിക്കിൻ്റെ അരക്കുണ്ടാക്കല്ലേ, പറഞ്ഞിട്ട് കാണിച്ചാൽ മതി. സുഹൃത്തുക്കളെ ഇതാ നോക്കണം, ഞാൻ പറഞ്ഞ മാതിരി കാട്ട്. ഇതാ കുത്തി കയറില്ല, ഞാൻ പറഞ്ഞ മാതിരി കാട്ട്. നിങ്ങളുടെ വലത്തെ കൈ, ഇതിൻ്റെ വലത്തെ കൈ ഇടത്ത് വലിച്ചറിയില്ല നിങ്ങൾക്ക് പോ. നിനക്ക് പറ്റാ, ഞാൻ തല എടുത്തല ശരിക്കിരിക്കേ. എന്താ ഉദ്ദേശം? വരട്ടെ, ഇരിക്കാൻ ഇരിക്കി. എടുത്ത കൈ പൊന്തല്ലേ, കൈ നീ ഞാൻ തിരിയട്ടെ അവിടേക്ക് കൈ മേപ്പിടിക്കാൻ പറഞ്ഞു. ഇയാളെ വിളിക്കാൻ മൂട് പൊന്തിക്കണ കൊണ്ടാണ് ഞാൻ. കേറടോ, ഇയാൾ എന്താ കാട്ടുന്നത്? ശ്വാസം കിട്ടല്ലേ അത്? എന്ത് നോക്കിയിട്ടാണോ നിൽക്കണത്? നിങ്ങൾക്ക് വലിയ ആകള് മക്കള് വരൂ. ഇതൊന്ന് വന്ന് മുറിക്കണോ ആരെങ്കിലും? ഒന്ന് വന്ന് മുറിക്കും പോലെ, ഇതൊന്ന് വന്ന് മുറിക്കണോ ആരെങ്കിലും? ഇറങ്ങിയ ശ്വാസം കിട്ടല്ലേ അത്? വേണ്ടാത്ത പണിക്ക് നിന്നിട്ട് അറിയില്ലേ പറയണ്ടോ? സർക്കസ് കഴിഞ്ഞു. എന്റെ വാച്ച് വാച്ചവിടെ കുത്തിപ്പൊട്ടിച്ച് കണ്ടില്ലേ ഇവിടെ ഇരുന്നിട്ട്? ഇത് എല്ലാ സർക്കസുകാരും അങ്ങനെയാണ്. ആദ്യം വാച്ച് മേടിച്ച് കുത്തിപ്പൊട്ടിക്കും. പോവാൻ നേരത്ത് ഒരു കേടും കൂടാതെ ആ വാച്ചും കൂടി തിരിച്ചു തരും. അതൊക്കെ വലിയ സർക്കസുകാരല്ലേ പ്രഭാതേട്ടാ, ഞാൻ പഠിക്കണല്ലോ.